പീഡനക്കേസിൽ പ്രതിയായ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു. കൂടൽ SNV LP സ്കൂളിലെ അധ്യാപകനായ സാബു സ്വന്തം വിദ്യാർത്ഥിനിയെ അപമാനിക്കാൻ ശ്രമിച്ചതായി ആരോപിച്ച് കുട്ടിയുടെ മാതാപിതാക്കൾ കൂടൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നതായി ആരോപിച്ച് BJP രംഗത്ത് വന്നു. BJPക്കാരനായ അധ്യാപകൻ സാബുവിനെ CPM മനഃപൂർവ്വം കേസിൽ കുടുക്കിയായിരുന്നുവെന്ന് ആരോപിച്ചാണ് BJPയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത്. പീഡനക്കേസിൽ പ്രതിയായ അധ്യാപകനെ BJP രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് CPM നേതൃത്വത്തിൽ പ്രദേശത്ത് പ്രതിഷേധ മാർച്ച് നടന്നത്. CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികളുടെ നേരെ ഇത്തരം ക്രൂരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് എതിരായി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ, മാതൃകാപരമായി അവരെ ശിക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ കേസുകൾ കൈകാര്യം ചെയ്യുവാനുമെല്ലാം ആവശ്യമായ ശക്തമായ സമ്മർദ്ദം ചെലുത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഉത്തരവാദിത്വമുണ്ട്. സംരക്ഷിക്കുവാൻ വേണ്ടി ജാഥയും പ്രകടനവും എല്ലാം നടത്തിയിട്ടുള്ള BJPക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ആ സരസ്വതി ക്ഷേത്രത്തിൽ അതിന്റെ ചുമതലക്കാരനായിട്ടുള്ളയാള് അവിടെ തന്നെ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഒരു പെൺകുട്ടിയെ ഈ തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് നെറികേട് വല്ലതും കാണിക്കാനുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയണം. അവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരമുള്ള പീഡനത്തിന് വിധേയമാകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നിഷ്ഠൂരവും നികൃഷ്ടവുമായ മറ്റെന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? BJP പോലുള്ള ഒരു ദേശീയ പാർട്ടി പീഡനക്കേസിൽ പ്രതിയായ ഒരു അധ്യാപകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അനാശാസ്യം നടത്തുന്നവരുടെ രക്ഷയ്ക്കല്ല, അവർക്കെതിരായാണ് BJP നിലകൊള്ളേണ്ടതെന്നും അഡ്വക്കേറ്റ് അനന്തഗോപൻ പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KP ഉദയഭാനു, ഡോക്ടർ KP വിശ്വനാഥൻ, തുളസീധരൻ പിള്ള എന്നിവർ പ്രസംഗിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജയകുമാർ, ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രബോസ് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.